അപ്പം ഒരു മാസം എങ്ങനെയൊക്കെയാണ് ഇൻകം വരുന്നത്? നമുക്ക് ചെലവായി പോകുന്നതാണ്. ഇൻകമായിട്ട് ഫിക്സ്ഡ് ഒരു ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ പോലും ചെലവായി പോകുന്ന ലക്ഷങ്ങളുണ്ടാവും. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ലക്ഷങ്ങൾ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേവിങ്സ് ഉള്ള ഒരാളല്ല AJP. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാം നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. സേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടൊരു ഓഹരി കിട്ടുമല്ലോ, ഫാമിലി പരമായിട്ട്. അതായത് ഒരു സേവിങ്സ് അല്ല. അയ്യടാ 50-50 ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ. ഈ ഫീൽഡ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ബാലൻസ് തന്നെ പറയാം. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഓക്കെ, അപ്പൊ ഫാമിലിയെ നോക്കുന്ന ഒരാളാണോ AJP? അമ്മയും അമ്മയൊക്കെ നോക്കുന്നുണ്ട്. മറ്റേ ഇപ്പൊ പ്രോഗ്രാമുകൾ കൊണ്ട് എല്ലാ ദിവസം പോകുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട്. അതിനെന്നെ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ പണിയെടുക്കാത്തവനാണത്രേ. ഇന്നാട്ടിൽ പണിക്ക് പോണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വീട്ടിൽ പോകുന്നുണ്ട്, അപ്പൊ വീട്ടിലെ ചെലവൊക്കെ നോക്കുന്നുണ്ട്? നോക്കുന്നുണ്ട് ഏകദേശം. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ടാസ്ക് തരട്ടെ. അമ്മയെ വിളിക്കാൻ പറ്റുമോ ഇപ്പൊ? അമ്മയെ വിളിക്കാൻ പറ്റുമോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? എന്തായി മഞ്ഞില്ലേ? എന്റെ വായിലിരിക്കുന്നത് കേക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇന്റർവ്യൂല പറയും. ഇന്റർവ്യൂവിന്റെ അകത്താ, ഷൂട്ടില്ല. എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളയ്ക്ക് നായി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ടാ? ഇനി എന്തിനാണ് ഇപ്പൊ ഫോൺ വിളിച്ച? എന്താ ഉറക്കം വരുന്നു? ഹലോ, ചെലവിനൊക്കെ ഞാൻ പൈസ തരാറില്ലേ, അത് ചോദിക്കാൻ വേണ്ടി വിളിച്ച. കുപ്പായത്തിന്റെ കീശ തപ്പിയ 30 ഉറുപ്പ്യ തേച്ചുണ്ടാവില്ലല്ലോ നിന്റെല്. എന്റെ അമ്മയാണത്രേ അമ്മ. ഓക്കെ, ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.